According to Women in Cinema, the harassment starts from the very inception. It is revealed from the statements of various witnesses who were examined before the committee that production controller, who എന്ന ചോദ്യത്തിന് ഉത്തരമാണ് കേട്ടോ. അങ്ങ് പറഞ്ഞല്ലോ ആരാണ് ഈ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത്. കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ സ്പെസിഫിക് ആയിട്ട് വേണം. ആ സ്പെസിഫിക് ആയി ഞാൻ പറയുന്നത് വിറ്റ്നസ്സസ്. എത്ര വിറ്റ്നസ്സസ് ഉണ്ട്? 52. സ്പെസിഫിക് ആണോ കെ എസ് അരുൺകുമാർ? ഈ കമ്മിറ്റിക്ക് മുമ്പാകെ ഡിപ്പോസ് ചെയ്ത, ഈ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി പറഞ്ഞ വിറ്റ്നസ്സസ്. അപ്പോൾ ആര് പറഞ്ഞു എന്ന ചോദ്യത്തിന് ഉത്തരമായോ അരുൺകുമാർ? ഇനി ആരെക്കുറിച്ച് പറഞ്ഞു എന്നതിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞു തരാം. ഹൂ വെയർ എക്സാമിൻഡ് ബിഫോർ ദ കമ്മിറ്റി ദാറ്റ് പ്രൊഡക്ഷൻ കൺട്രോളർ or whoever gives an offer for a role in cinema first approach the woman or girl, for it is the other way around. Women approaches the person cinema asking chance in cinema എന്നിട്ട് കോംപ്രമൈസും അഡ്ജസ്റ്റ്മെൻറ്റും വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലൈംഗിക ചൂഷണം നടത്തുന്നു. പേജ് നമ്പർ പാരഗ്രാഫ് 86. താങ്കൾ ചോദിച്ച 3 കാര്യങ്ങളുണ്ട്. ആര് പറഞ്ഞു? വിറ്റ്നസ്. ആരെക്കുറിച്ച് പറഞ്ഞു? പ്രൊഡക്ഷൻ കൺട്രോളർ. 3 എന്തിനെക്കുറിച്ച് പറഞ്ഞു? ലൈംഗിക ചൂഷണത്തിൻ്റെത്. 1 അല്ല 3 ഉത്തരം ഞാൻ നൽകാം. കേസെടുക്കൂ. 37. താങ്കൾ 86-ാം പാരഗ്രാഫിലേക്ക് പോയില്ലോ. അതിനു മുമ്പ് 37-ാമത്തെ പാരഗ്രാഫിന്റെ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് വായിക്കൂ. ആദ്യം 37-ാമത്തെ പാരഗ്രാഫിന്റെ ഫസ്റ്റ് സെന്റൻസ് വായിക്കൂ. ഒന്ന് വായിച്ചേ. We avoided recording the names and other details of the witnesses in their statements. ഒരു നിമിഷം. The task gives to the committee is to study and report the problems faced by women in cinema, for which it is not necessary to mention the names of the persons who confided with us various facts from their experiences. അത് അവരുടെ അനോണിമിറ്റി, ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ. ആരുടെ? ഇരയുടെ പ്രൈവസി തങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന് കമ്മിറ്റി പറഞ്ഞതാണോ വേട്ടക്കാരനെതിരെ നടപടിയെടുക്കാതിനുള്ള സർക്കാരിന്റെ ആയുധം? കെ എസ് അരുൺകുമാർ, ലജ്ജാകരമാണ് കെ എസ് അരുൺകുമാർ. ഇത് ഇല്ല. ഇതിൽ ഞാൻ പറഞ്ഞത്, ഇതിൽ രണ്ടാമത് ഹേമ കൊടുത്ത കത്തുണ്ടല്ലോ, 19/2/2020 കത്ത്. ഐ വുഡ് ഓൾസോ ബ്രിങ് ടു യുവർ കൈൻഡ് നോട്ടീസ് the need to keep the report confidential since it contains details of sexual assault, harassment and abuse which were disclosed to the committee by various women in privacy in camera proceedings. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, അങ്ങ് വാദിച്ചു തോക്കല്ലേ. അങ്ങ് പറയാൻ പോകുന്നത് എന്താണെന്ന് അങ്ങേക്ക് തന്നെ ബോധ്യമുണ്ടല്ലോ. ഇത് റിപ്പോർട്ടിന്റെ ഭാഗമാണോ? ഇല്ലില്ല, ഇത് റിപ്പോർട്ടിന്റെ ഭാഗമാണോ? എനിക്ക് ബോധ്യമുണ്ട്. ഒരു നിമിഷം, ഇത് റിപ്പോർട്ടിന്റെ ഭാഗമാണോ? ഒറ്റ കാര്യം താങ്കൾ ബേസിക് പഠിക്കുക. അല്ല, ബേസിക് ആയി ഞാൻ ഒരു കാര്യം ചോദിക്കും, ഇത് റിപ്പോർട്ടിന്റെ ഭാഗമാണോ? റിപ്പോർട്ടിന് ശേഷം കൊടുത്ത കത്ത്. ശരി, റിപ്പോർട്ടിന് ശേഷം കൊടുക്കാൻ എന്ത് യോഗ്യതയാണ് ഈ പറയുന്ന റിപ്പോർട്ട് തയ്യാറാക്കിയ ജസ്റ്റിസ് ഹേമയ്ക്കുള്ളത്? റിപ്പോർട്ട് സർക്കാരിന് കൈമാറി കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് പുറത്തുവിടണം. പുറത്തുവിടേണ്ടേ എന്ന് ഈ സർക്കാരിനോട് നിർദ്ദേശിക്കാൻ എന്ത് ജുഡീഷ്യൽ ബാധ്യത, എന്ത് ലീഗൽ ബാധ്യത, എന്ത് സ്റ്റാറ്റ്യൂട്ടറി ബാധ്യത, എന്ത് ഗവൺമെന്റ് ഓർഡർ പ്രകാരമുള്ള ബാധ്യതയാണ് ഹേമയ്ക്കുള്ളത്? അങ്ങ് പറയൂ കെ എസ് അരുൺകുമാർ. അവർ ഒരു ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയാണ്. ജഡ്ജി ആയതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ വിധികൾ എന്താണ് കെ എസ് അരുൺകുമാർ നിങ്ങൾ ഈ പറയുന്നത്? അങ്ങ് ഞാൻ അതാണ് പറഞ്ഞത്. അങ്ങ് അത് പറഞ്ഞാൽ അങ്ങ് തോക്കുമെന്ന് ഉറപ്പുള്ള വാദം പറയരുതെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഹരീഷ് വാസുദേവൻ, കെ എസ് അരുൺകുമാറിന്റെ വാദത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, എനിക്ക് തോൽക്കുന്നതിന് കുഴപ്പമില്ല. ഇത് അക്കാഡമിക് ഇൻട്രസ്റ്റോട് കൂടി ചർച്ച ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ താങ്കളെ ബഹുമാനിച്ചുകൊണ്ട് പറയുന്നത്. താങ്കൾ അത് എടുക്കരുത്. അത് താങ്കൾ പരാജയപ്പെട്ടു പോകുന്ന കേസാണ്. ഒടുവിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്താ പറയുക? ഇൻഫർമേഷൻ കമ്മീഷൻ എന്താ പറഞ്ഞത്? ഈ ജഡ്ജി പറഞ്ഞത് കേട്ടോ? കേട്ടില്ല. കൊടുക്കാൻ പറഞ്ഞു. സർക്കാർ എന്ത് നിലപാടെടുത്തത്? കൊടുത്തോ? കോടതി പോയിരുന്നില്ലേ? ഇല്ല, തെറ്റാണ്. ഹരീഷ്, ഈ വാദം നിലനിൽക്കുമോ കെ എസ് അരുൺകുമാറിന്റെ? ഹരീഷ്, മറുപടി കേട്ടിട്ടേ പോകൂ. നമുക്ക് ചർച്ച ചെയ്ത് പോകാം. ഞാൻ സമയം തരും, താങ്കൾക്ക് സമയം തരും കെ എസ് അരുൺകുമാർ. താങ്കളുടെ സുഹൃത്തല്ലേ, താങ്കൾ ഇരിക്കൂ. ഇല്ലില്ല, അത് എനിക്ക് ഈ വിഷയത്തിൽ എന്റെ ഒരു അതിഥിയുടെ കൂടി റെസ്പോൺസ് എടുത്തെങ്കിൽ ഞാൻ താങ്കളിലേക്ക് വരാം. ഹരീഷ് പറഞ്ഞോളൂ. നിങ്ങൾ എന്നോട് ചോദിക്കൂ. ഞാൻ വരുന്നു. താങ്കളോട് ചോദിക്കൂ എന്ന് താങ്കൾ എന്നോട് പറയല്ലേ? താങ്കളോടും ഞാൻ ചോദിക്കും, എന്റെ അതിഥികളോടും ഞാൻ ചോദിക്കും. അതിഥിയോട് ചോദിക്കട്ടെ, ഞാൻ താങ്കളിലേക്ക് വരാം. ഹരീഷ്, എനിക്കറിയാവുന്ന അരുൺകുമാറിന് ഫങ്ടസ് ഒഫീഷ്യോ എന്ന ലീഗൽ ലാംഗ്വേജിന്റെ അർത്ഥം നന്നായി അറിയാം. അദ്ദേഹം ഇന്നിപ്പോൾ അദ്ദേഹത്തിന് വക്കാലത്ത് കിട്ടിയ ഒരു കേസ് ആർഗ്യൂ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫങ്ടസ് ഒഫീഷ്യോ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി പവറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉത്തരവിലൂടെയോ ഒരു അധികാരിയെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രിയേറ്റ് ചെയ്ത അധികാരി അതിന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങൾ പൂർത്തീകരിച്ച് അത് ആ ടേംസ് ഓഫ് റെഫറൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
അവരുടെ ഓഫീസ് ഫങ്ക്ടസ് ഒഫീഷ്യോ ആണ്. പിന്നെ അവർക്ക് യാതൊരു അധികാരവുമില്ല. ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോയാൽ ഈ കമ്മിറ്റി പിന്നീട് എന്ത് പറഞ്ഞാലും അതിന് ഞാനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റ് പാനലിസ്റ്റുകളും പറയുന്ന പോലുള്ള അഭിപ്രായം മാത്രമേ ഉള്ളൂ. അതിന് യാതൊരു സാങ്ക്ടിറ്റിയും ലീഗലി ഇല്ല. അതിനെയാണ് നമ്മൾ ഫങ്ക്ടസ് ഒഫീഷ്യോ എന്ന് പറയുന്നത്. അത് റിട്ടയർ ചെയ്ത ഒരു ജഡ്ജി പറയുന്ന വർത്തമാനങ്ങൾക്കപ്പുറത്ത് യാതൊരു റെലവൻസും അതിനില്ല. ഒന്ന്. രണ്ട്, കമ്മിറ്റിയുടേതാണ് റിപ്പോർട്ട്, ജസ്റ്റിസ് ഹേമയുടെ അല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ടേംസ് ഓഫ് റെഫറൻസിന് വിരുദ്ധമായിട്ടോ ടേംസ് ഓഫ് റെഫറൻസിന് പുറത്തോ എന്ത് പറഞ്ഞാലും അതിന് യാതൊരു റെലവൻസും ഇല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞത്, ഈ ചർച്ചയിൽ ഇവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ജസ്റ്റിസ് ഹേമ കേസെടുക്കണമെന്ന് പറഞ്ഞില്ല എന്നാണ്. കേസെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരവും ഉത്തരവാദിത്വവും സർക്കാരിന്റെയാണ്. ഞാൻ പാരഗ്രാഫ് 96 ഒന്ന് വായിക്കാം. ഓൺ അനാലിസിസ് ഓഫ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഹിയർസേ എവിഡൻസ് കണക്കാക്കിയിട്ടില്ല ഈ കമ്മിറ്റി. ഓൺ അനാലിസിസ് ഓഫ് എവിഡൻസ് പ്ലേസ്ഡ് ബിഫോർ അസ് we are satisfied that women face sexual harassment even from very well known people in the film industry. So called very well known people എന്നല്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറയുന്ന വെരി വെൽ നോൺ ആളുകളല്ല, അതിന്റെ അടി വരച്ചിട്ടുണ്ട്. ഈവൻ ഫ്രം വെരി വെൽ നോൺ പീപ്പിൾ ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി. എന്നിട്ടാണ് നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ ഇതിന്റെ മുഴുവൻ രേഖകളും കളക്ട് ചെയ്ത എവിഡൻസും സർക്കാരിനെ സമർപ്പിച്ചിരിക്കുന്നു. കമ്മിറ്റി പേരുണ്ട്. അതെ, എന്ന് പറഞ്ഞാൽ അക്കമിട്ട് 15 പേര് ആരൊക്കെയാണ് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് കൂടെ കൊടുത്ത രേഖകളിലുണ്ട്. ഈ ആളുകൾ തന്നെ ഞാൻ ഇനിയാണ് കേരള പോലീസ് ആക്ടിലെ നേരത്തെ പ്രൊവിഷൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ടു പ്രിവെന്റ് ആൻഡ് റെഡ്യൂസ് ക്രൈംസ് എക്സസൈസിംഗ് ലോഫുൾ പവേഴ്സ് ടു ദ മാക്സിമം എക്സ്റ്റെന്റ്. ക്രൈംസ് തടയാനുള്ള ഉത്തരവാദിത്വം. 2, ടു ടേക്ക് ആക്ഷൻ ടു ബ്രിങ് ദ ഒഫൻഡേഴ്സ് ടു ദ ഡ്യൂ പ്രോസസ് ഓഫ് ലോ. ആരാണ് ഈ ഒഫൻഡേഴ്സ്? ഈ ഒഫൻഡേഴ്സിനെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം സർക്കാരിന്റേതാണ്. ഇവിടെ ഒരു ചോദ്യം, ഈ ഒരുപാട് നേരം അരുൺകുമാർ സമയമെടുത്തിട്ട് പറഞ്ഞല്ലോ ആര്, എന്ത്, എങ്ങനെ, എപ്പോൾ എന്നൊക്കെ അറിയണമെന്ന്. ലളിതകുമാരി കേസിലെ വിധിന്യായം ഈ ചർച്ചയോടുകൂടിയെങ്കിലും കേരളത്തിലെ മലയാളികൾ വായിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകൾക്ക് മുഴുവൻ അതിന്റെ അവസാനത്തെ 4 പാരഗ്രാഫ് വായിച്ചു നോക്കാം.